അമ്മയായത് എത്ര മക്കളുണ്ട്? 2 മക്കള്. മോൻ ഇപ്പൊ 10ാം ക്ലാസ്സിൽ ഭർത്താവിന്റെ ജോലി? ഭർത്താവും ഞാനും ജോലിക്കൊന്നും പോണില്ല. നമുക്ക് ആക്സിഡന്റ് ഒക്കെ പറ്റി കാര്യം കൂടെ ബാഗ് വന്നാ ഒന്നും വാങ്ങിച്ചില്ലേ? ഇല്ല ഇല്ല. ഉള്ളത് തരാം. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ തന്നായിരുന്നു. എവിടെ നിന്ന്? ഇവിടെ ഒരു കൊച്ചു റൂമിലാണ് തന്നൊരു മേഡം. ശരി ഉണ്ട് പത്രം പോർട്ടുണ്ട്. അതാ ശരി, ചേട്ടൻ കൂടെ കൊണ്ടുപോകും. മറ്റോ കൊണ്ടുപോയി ഒറ്റയ്ക്ക് അവിടെ തന്നെ കയറി ഒറ്റയ്ക്ക് പിടിക്കാൻ പറ്റുമോ? പിടിക്കുമ്പോ ആദ്യത്തെ കൊറോണ വന്നപ്പോ എന്തോ കാലിൽ കൊണ്ടുവന്നു അവരൊന്നും കഴിച്ചില്ല. നമ്മള് രാവിലെ ഒരു സാറിന്റെ അടുത്ത് പറഞ്ഞാൽ നമ്മൾ അവരാണ് ആട്ടം പിടിച്ച് വിളിച്ചിരുന്ന പള്ളിയിൽ പോണ. എന്റെ പേര് ശോഭ. അഭിരാജി ശോഭ അഭിജിത്ത് ബിനു. ക്യാൻറ്റീൻ ഭക്ഷണം കൂടാതെ അവിടെ 5 പേർക്ക് വാങ്ങിച്ചു കൊടുക്കണം. 5 പേർക്ക് ഒരു പാക്കറ്റിലെ വൈകുന്നേരത്തേക്കായിട്ട് ചീത്ത പാക്കറ്റ് ഇപ്പൊ ഉച്ചയ്ക്ക് കഴിച്ച് ഒരു പാക്കറ്റ് കൂടെ തരും കേട്ടോ. ഇത് വലിയ കുട്ടികൾക്കുള്ള നോട്ട്ബുക്കാണ്. പഠിക്കണം കേട്ടോ. നമ്പർ എത്ര? ഫോൺ നമ്പർ എത്ര? ഫോണില്ല സാർ, അതൊക്കെ ഇല്ല. അതാണ് താമസിച്ചേ വരാൻ ഇല്ലാതായിട്ട്. അറിഞ്ഞില്ല. പിന്നെ അടുത്തുള്ള ആന്റിയെ വിളിച്ച് പറഞ്ഞാണ് നമ്മൾ അറിഞ്ഞത്. ചിരിക്കാറുണ്ട്. ഇല്ല കിട്ടിയത് അവിടെ വരുമ്പോ ഞാൻ സ്കൂൾ പഠിക്കണം. മലയെങ്കിലും ഇന്ന് സ്കൂളിൽ പോയില്ലേ? പിടിക്കാൻ പറ്റുമോ? ആന്റി കൊണ്ട് വെക്കാം. കൊറ്റേന്ന്. അപ്പൊ കോർപ്പറേഷന്റെ പരിധിയിലുള്ളതല്ല? അല്ല അല്ല അല്ല. ഇവിടെ എന്തിനാ വന്നത് കോർപ്പറേഷൻ? ഇവിടെ കോർപ്പറേഷനിൽ ഞങ്ങൾക്ക് 1 വർഷത്തിന് മുമ്പേ മക്കൾക്ക് ബാഗും ബുക്കും എല്ലാം കൊടുത്തിരുന്നു. അപ്പം ഈ പ്രാവശ്യം കൊടുത്തതായിട്ട് നമ്മൾ അറിഞ്ഞില്ല. അപ്പം അടുത്തുള്ള ഒരാളെ വിളിച്ച് പറഞ്ഞാണ് നമ്മൾ വന്നത്. ഫോണൊന്നും ഇല്ലാത്തതുകൊണ്ട് വരാൻ പറ്റിയില്ല. അപ്പോൾ വന്നപ്പോൾ ആ സാറ് റൂമിലേക്ക് വിളിച്ച് കയറ്റി ആ മേഡവും കയറ്റി തന്ന് ഉള്ള ബാഗ്. മക്കൾക്ക് ബാഗൊന്നും വാങ്ങിച്ചില്ല? ഇല്ല, ഒന്നും വാങ്ങിച്ചില്ല. അപ്പം നമ്മൾ രണ്ടും ജോലിക്കൊന്നും പോവില്ല. 2 കാലം സുഖമല്ല സാറേ. അപ്പം ജോലിക്കൊന്നും പോകാത്തോണ്ട് ഇപ്പം ഇങ്ങനെ ഫ്രീ ആയിട്ട് കിട്ടിയിരുന്നാലും വന്നങ്ങ് വാങ്ങിച്ച്. പലയങ്കീട് പഞ്ചായത്തിനാണ്. പലയങ്കീട് വെള്ളവറക്കൽ പഞ്ചായത്ത്. അപ്പോൾ ഈ കോർപ്പറേഷന്റെ ഇതല്ലായിരുന്നിട്ടും നിങ്ങൾക്ക് നമ്മളെ വീട് ശ്രീകാര്യം 2ാം ചിറയാണ് താമസിക്കുന്നത്. ഇപ്പൊ മലയങ്കീടാണ് താമസിക്കുന്നത്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ മേയറിന് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ മേയർ എന്താ പറഞ്ഞു? സാറൊന്നും പറഞ്ഞില്ല. ഭക്ഷണം കഴിച്ചു തന്നിട്ട് ബില്ല കഴിച്ചിട്ട് പോകാൻ പറഞ്ഞു സാറ്. മേഡവും പറഞ്ഞു ബുക്കും ബാഗും എല്ലാം തന്നു. സന്തോഷമായി. നിങ്ങൾ വളരെ പ്രതീക്ഷയോട് കൂടിയാണ് വന്നത്? തന്നെ ശരിയാണ്. വിശ്വാസം ഉണ്ടായിരുന്നു. ചേട്ടൻ ജോലി ചെയ്യുന്നത്? ഈ ജോലിയൊന്നുമില്ല. ഞാൻ എൻ്റെ കാല് ആക്സിഡൻ്റായി എനിക്കൊന്നും പോകാൻ പറ്റാതെ വീട്ടിലാണ്. വേറെ എന്തെങ്കിലും ആവശ്യങ്ങൾ നിങ്ങൾ മേയറോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു? ഇല്ല, ഒന്നും പറഞ്ഞിട്ടില്ല. പിന്നെ ഇപ്പം മക്കൾ എത്രയിലാണ് പഠിക്കുന്നത്? മക്കൾ 1 6-ൽ 1 10-ൽ. അപ്പം ഒരാളിനാണ് 2 പേർക്കും തന്നായിരുന്നു. അപ്പോൾ സന്തോഷമായി. ശരി, നമ്മുടെ ഇപ്പോൾ ഒരാൾ നിങ്ങൾ എല്ലാം അറിയുന്നുണ്ടല്ലോ, ഈ മേയറിനെ കുറിച്ച് എന്താ അഭിപ്രായം? ഇപ്പോൾ വന്ന് കണ്ടെങ്കിലും സാർ നല്ലൊരു മനുഷ്യനാണെന്ന് ബോധ്യമായി. നല്ലൊരു മനുഷ്യനാണ് ആ മേഡവും സാറ്. അവിടെ ഇരുന്നവരെല്ലാവരും ഞങ്ങളുടെ അടുത്ത് മാന്യമായിട്ട് പെരുമാറി, നല്ല സ്നേഹത്തോട് പെരുമാറി. നല്ല മനുഷ്യർ.
എന്തെങ്കിലും വേറെ എന്തെങ്കിലും ആവശ്യങ്ങൾ മേയറോട് അവതരിപ്പിച്ചു? ഇല്ല, ഒന്നും പറഞ്ഞില്ല. നിങ്ങൾ ബാഗും കാര്യമാണ് മാത്രമേ ചോദിച്ചുള്ളൂ. പറഞ്ഞോളൂ. ഭക്ഷണം കഴിച്ചാൽ നേട്ട് ഇല്ല കഴിച്ചില്ല സാറേ എന്ന് പറഞ്ഞു. ഭക്ഷണം വാങ്ങിച്ച് കഴിക്കാൻ സാറിനെ പറഞ്ഞു വിടുകയും ചെയ്തു. ഇനി നിങ്ങൾ അടുത്തും എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓടി വരാനുള്ള ഒരു ഇടം എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പം നമ്മളിപ്പോൾ ഇപ്പോഴും തന്നെ വന്നത് ഈ ഓട്ടോറിക്ഷ പിടിച്ചിരുന്ന വേറെ ഒരു ഇതിൽ ഒരു സാറിനെ ഞാൻ വിളിച്ച് ആ സാർ മുഖാന്തരമാണ് പാട്ടെ നമ്മളെ പറഞ്ഞ് ഇവിടെ വിട്ടത്. എന്നുവെച്ചാൽ നമുക്കെന്ന് വെച്ചാൽ നമുക്ക് രണ്ടുപേർക്ക് പണിക്ക് പോകാൻ വയ്യല്ലോ. അപ്പോഴും പിന്നെ ഇത് കിട്ടുന്നത് ഏറ്റവും നമുക്കൊരു പുണ്യമാണ്. നമ്മൾ കാശ് കൊടുത്ത് വാങ്ങിക്കണില്ല, ഫ്രീ ആയിട്ട് കിട്ടണമെങ്കിൽ നമുക്ക് ദൈവത്തോട് നന്ദി പറയണ്ടേ. അതിൻ്റെ പേരിൽ നമ്മളിപ്പോൾ ഇത്രയും ദൂരം ആട്ട പിടിച്ച് വന്ന് വാങ്ങിക്കാൻ വന്നേന്. കിട്ടുന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു, അതുകൊണ്ട് വന്നു. പേരെന്താണ്? ശോഭ. ഇനിയൊരു ആവശ്യം വന്നു കഴിഞ്ഞാൽ നിങ്ങളോട് വരും വരും വരും, സത്യമായി വരും. ഞങ്ങൾക്ക് എന്തൊരു ആവശ്യം എന്ന് പറഞ്ഞാലും വരും. ഇത് വലിയ കുട്ടികൾക്കുള്ള നോട്ട്ബുക്കാണ്. പഠിക്കണം കേട്ടോ. നമ്പർ എത്ര? ഫോൺ നമ്പർ എത്ര? ഫോൺ ഫോണില്ല സാർ, അതൊക്കെ അതാണ് താമസിച്ചേ വരാനല്ലേ, ഇല്ലാതായിട്ട് അറിഞ്ഞില്ലായിരുന്നാ? ഇല്ല, അറിഞ്ഞില്ല. പിന്നെ അടുത്തുള്ള ആൻറ്റിയെ വിളിച്ച് പറഞ്ഞാണ് നമ്മൾ അറിഞ്ഞത്. ചേച്ചി ഇരിക്കാറുണ്ട്. ഇല്ല മേഡം, നീ കിട്ടിയത് അവിടെ വരുമ്പോൾ ഞാൻ എനിക്കുള്ളതെല്ലാം കണ്ടത്. ഓക്കെ,